ദൈവവചനത്തെ ഇഷ്ടപ്പെടുന്നത് ആഹാരത്തെക്കാൾ ഇഷ്ടപ്പെടണം. വചനം കേൾക്കുന്നിടത്ത് മടുപ്പുണ്ടാകരുത്. വചനം കേൾക്കുന്നതിനെ തുറവിയോടുകൂടെ സ്വീകരിക്കുവാൻ ദൈവമക്കൾ എപ്പോഴും തയ്യാറാകണം. വചനത്തോട് എപ്പോഴും പുലർത്തേണ്ട. എനിക്കറിയാം ബഥേൽ സഭ ദൈവമക്കൾ പ്രബുദ്ധരാണ്, തിരുവചന ശുശ്രൂഷയോട് ഏറ്റവും നന്നായി പ്രതികരിക്കുന്നവരാണ്. വളരെ കൃത്യമായി ദൈവവചനത്തെ വിചിന്തനം ചെയ്ത് ദൈവജനത്തിന് നൽകുന്ന അഭിഷക്തന്മാരെയാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വചനത്തോടൊരു വലിയ പ്രതിബദ്ധത നിങ്ങൾക്കുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പം തന്നെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, വചനത്തോട് എപ്പോഴും പുലർത്തേണ്ട ഒരു മനോഭാവമുണ്ട്. അത് 21 ദിവസം കൊണ്ട് തീരേണ്ട ഒന്നല്ല. എത്ര വചനം കേട്ടാലും മടുക്കരുത്. വചനത്തോട് പുലർത്തേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ അതൊന്ന് ഓർപ്പിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ഫസ്റ്റ് തെസ്സലോനിക്കൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 13, 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ഒന്ന് വായിക്കാവോ? വാക്യം ദയവായി. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. മതി. പൗലോസ് പറയുക, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ടതിനെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. പൗലോസ് യാത്ര ചെയ്ത് ശുശ്രൂഷിച്ചിട്ടുള്ള ഒരാളാണ്. ആ കാലത്ത് ദീർഘദൂര യാത്രകൾ അദ്ദേഹം ചെയ്തതിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണാം. ഈ യാത്രകളിൽ പല സ്ഥലങ്ങളിൽ അദ്ദേഹം ചെന്നു, പല സഭകളെ അഭിസംബോധന ചെയ്തു. പൗലോസിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ താൻ പ്രസംഗിച്ച സഭകളുടെ കൂട്ടത്തിൽ ഏറ്റവും തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സഭയാണ് ബെരോവയിലെ സഭ. അല്ലേ? നിങ്ങൾക്കറിയാം. ബെരോവക്കാരെ കുറിച്ച് ഒരു അനുമാനം പറയുക, ഒന്ന് അവരെക്കുറിച്ച് തുലനം ചെയ്ത് പറയുക, ഒരു തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ആരായിരുന്നു? ഉത്തമന്മാരായിരുന്നു. എന്ന് പറഞ്ഞ അർത്ഥം തെസ്സലോനിക്കക്കാർ മോശമാണെന്നല്ല, തെസ്സലോനിക്കക്കാരുടെ ക്വാളിറ്റിയാണ് ഇപ്പം നമ്മൾ വായിച്ചത്. പൗലോസ് പറയാ, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. എന്താ? ഞാനല്ല, ഞങ്ങൾ എക്സ് ഓർ വൈ. പാസ് എം എ വർഗീസ് ആകാം, അതിന് അപ്പൊ തന്നെ എബ്രഹാം വർഗീസ് പാസ്റ്റർ ആകാം, ആരാണെങ്കിലും ബിനോ പാസ്റ്റർ ആകാം, എനിക്കറിയാവുന്ന ദൈവാസന്മാർ അനീഷ് പാസ്റ്റർ ആകാം, ആരും ആകട്ടെ. ചിലർക്കൊരു കുഴപ്പമുണ്ട്, ഇഷ്ടമുള്ള പാസ് പ്രസംഗിച്ചാലേ അവർ കേൾക്കത്തുള്ളൂ. അവർക്കിഷ്ടമുള്ള പാസ് പ്രസംഗിച്ചാലേ ഹലോ, അങ്ങനല്ല. ആര് പ്രസംഗിച്ചാലും വചനമാ പ്രസംഗിക്കുന്നത് കൊണ്ട് കേൾക്കണം. ഒന്ന് പറഞ്ഞേ കേൾക്കണം. കേൾക്കുന്നത് പോലെ ഇരിക്കണമെന്നല്ല, പറഞ്ഞേ അതെനിക്കറിയാം. കേൾക്കുന്നത് പോലെ ഇരിക്കാൻ ആ വാക്ക് പറയുന്നുണ്ട്, ക്ഷമിക്കണേ. പെന്തക്കോസ്തുകാർ അത്രയും മിടുക്കുള്ള ഒരു ലോകത്തിൽ വേറെ ആരും ഇല്ല. ഞങ്ങളുടെ ചർച്ചിലെ ഈ കോവിഡിന് മുമ്പ് ഒരു 7 ദിവസത്തെ യോഗം നടന്നത് ഞാൻ ഓർക്കുന്നു. ഈ തലമുറയിൽ ദൈവം ഉപയോഗിക്കുന്ന പല ദൈവദാസന്മാരെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു. ഭൂരിഭാഗം ആളുകളെയും ദൈവകൃപയാൽ ഞാൻ തന്നെയാണ് വിളിച്ചത്. പക്ഷേ ഒരു ദിവസം ഒരു ഓവർലാപ്പിങ് വന്ന് അന്നത്തെ ദിവസം എനിക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ അന്ന് പ്രസംഗിക്കുന്ന ദൈവദാസന്റെ വചന ശുശ്രൂഷ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ദൈവദാസൻ, അത് വചന ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പ്രസംഗിക്കുന്നത് കേൾക്കാൻ ഭയങ്കര കൊതി. പക്ഷെ പോകാതിരിക്കാൻ മറ്റേ സ്ഥലത്ത് സാഹചര്യം അനുവദിക്കുന്നില്ല. മനസ്സോടെ പോയി. എന്താണെന്നാലും പ്രസംഗിക്കുമ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെ. യോഗമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഒത്തിരി വേഗത്തിൽ തന്നെ തിരിച്ചു പോന്നു. ഇവിടെ വന്നപ്പോഴത്തേനും പാസ്റ്റർ പോയിട്ടും ജനം നിൽക്കുക. അതിലും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നല്ല ഒരു ആത്മീയ ശുശ്രൂഷ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒന്ന് ഓടിച്ചാടിപ്പാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. സ്വത്രം. ഇത് അതേസമയം ഇതൊന്നും തൊടുന്നില്ലെങ്കിൽ എങ്ങനെയാലും തീരുന്നതിന് മുമ്പ് ഓടാനായിട്ട് നോക്കും. പക്ഷെ ഒരാത്മപകർച്ചയൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരി ദൈവകൃപയുള്ളവർക്കൊന്നും അങ്ങനെ ഓടിപ്പാൻ പറ്റത്തില്ല.
അവരെങ്ങനേലും ഒന്ന് തിരിഞ്ഞു വന്ന് എയിലോടേലും ഒന്ന് തിരിഞ്ഞു വന്ന് ഒന്ന് ചുറ്റിപ്പറ്റി നിൽക്കാതെ എന്ത് ചെയ്യത്തില്ല, പോത്തില്ല. അങ്ങനെ ഞങ്ങളുടെ പറഞ്ഞ ദൈവമക്കൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക. അവർ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു. ഏതായാലും വന്ന കൂട്ടത്തിൽ തികഞ്ഞ ഒരാത്മീയരെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഒരു അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ മീറ്റിംഗ് എങ്ങനെയുണ്ട്? എൻ്റെ പാസ്റ്ററെ എന്തോ മീറ്റിംഗ് ആയിരുന്നു, ഈ അടുത്ത കാലത്ത് ഇതുപോലൊരു മീറ്റിംഗ് ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചു മെസ്സേജ്, അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ എന്നെ ആഴമായിരുന്നു, എന്നെ ആഴമുള്ള വിഷയമായിരുന്നു പ്രസംഗിച്ച്. ഞാൻ ചോദിച്ചു എന്തായിരുന്നു വെച്ചാൽ പ്രസംഗം? അതല്ലേ ഞാൻ പറഞ്ഞത്, ഇത്രയ്ക്ക് ആഴമുള്ള വിഷയം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കുറെ ചോദിച്ചു, എല്ലാം പുള്ളി ആഴമാണ് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ചോദിച്ചു, അച്ഛ എന്തായിരുന്നു പറഞ്ഞു? ഓ അതൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ആഴമുള്ള വിഷയമാണ് പറഞ്ഞത്. അർത്ഥം എന്താന്ന് മനസ്സിലായോ? എല്ലാം കൊള്ളായിരുന്നു. അച്ഛൻ പക്ഷെ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. ഈ 21 ദിവസം ആരെല്ലാം ഇവിടെ വന്ന് പ്രസംഗിച്ചാലും നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഏതെല്ലാം ദൈവദാസന്മാരെ നിങ്ങൾ പരിചയപ്പെട്ടാലും നമുക്കിത് പ്രയോജനപ്പെടണമെങ്കിൽ ഒന്നാമത് നമ്മളിത് കേൾക്കണം. പറഞ്ഞാട്ട് കേൾക്കണം. രണ്ടാമത്തെ കാര്യം പറയാ, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ അപ്പൊ രണ്ട് കാര്യം അതിനകത്ത് വരുന്നുണ്ട്. ഈ വരുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ മനുഷ്യന്റെ ഇതും വരും. 100% അനീഷ്പാസ് പ്രസംഗിച്ച എല്ലാം അങ്ങ് വെട്ടിവിഴുങ്ങണമെന്നൊന്നും ഞാൻ പറയത്തില്ല. വിവേചിക്കണം, ഇത് മനുഷ്യൻ പറഞ്ഞതാണോ അതോ ദൈവം പറഞ്ഞാണോ. പക്ഷെ ഒരു കാര്യം മിസ്സായി പോകരുത്, മനുഷ്യൻ പറഞ്ഞാന്നുള്ള മുൻവിധിക്കകത്ത് ദൈവം പറഞ്ഞ ഒന്നും എന്ത് ചെയ്യരുത്, മിസ്സായി പോകരുത്. വിവേചിക്കണം. ദൈവം പറഞ്ഞതാണെന്ന് ഉറപ്പുള്ളതൊന്നും സ്വീകരിക്കാതിരിക്കരുത്. എന്താ ദൈവം പറഞ്ഞതിനെ സ്വീകരിക്കുന്നതിന്റെ തെളിവ്? സ്വീകരിക്കുന്നതിനാൽ, കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം വചനം കൈക്കൊള്ളുന്നവർ എന്നാ എടുക്കണം? ഓരോ 5 മിനിറ്റിലും കൊട്ടുവാവിടണം. ആണോ? ആണോ? അല്ല, വചനം കൈക്കൊള്ളുമ്പോ ഉള്ളീന്ന് ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കണം. അപ്പൊ ഒരു ഉദ്ദേശിയുടെ നിർബന്ധത്തിലല്ല പ്രസംഗത്തിന്റെ സ്തോത്രം വരേണ്ടത്, മറിച്ച് അകത്തോട്ട് വചനം അങ്ങോട്ട് കേറി ഇടിക്കുമ്പോ, അകത്തോട്ട് ദൈവാത്മാവ് പരിവർത്തിക്കുമ്പോ ആ 2 കരമൊക്കെ ഉയർത്തി പിടിച്ച് ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്ന. യെസ്. അപ്പൊ ഒന്നാമത് വചനം കേൾക്കണം, രണ്ടാമത് വചനം കൈക്കൊള്ളും. ഇനി അതുമാത്രം പോരാ, മൂന്നാമത്തെ കാര്യം വിശ്വസിക്കുന്ന നിങ്ങളിൽ. അപ്പോ 1 മണിക്കൂറത്തെ പ്രസംഗം പ്രസംഗിക്കുന്ന ഉദ്ദേശിയെക്കാട്ടി ഉത്തരവാദിത്തം കേൾക്കുന്നവർക്കാ. കേൾക്കണം, കൈക്കൊള്ളണം, ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇതെന്ത് ചെയ്യണം? പറ, ചേർന്ന് പറയുന്നേ. ഇത് ഇന്നത്തെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, എപ്പം വചനത്തിന്റെ മുമ്പിൽ ഇരുന്നാലും ചെയ്യേണ്ട കാര്യ. മറക്കരുത്, കേൾക്കണം, കൈക്കൊള്ളണം, പറ, വിശ്വസിക്കണം. ഇത്രയും നമ്മൾ ചെയ്യുമ്പം നാലാമത്തെ കാര്യം ഓട്ടോമാറ്റിക്കാ. നമ്മൾ കേട്ട വചനം, നമ്മൾ കൈക്കൊണ്ട വചനം, നമ്മൾ വിശ്വസിച്ച വചനം, ഈ വചനം നമ്മളിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? വ്യാപരിക്കാൻ തുടങ്ങും. ഹോ, വചനത്തിന്റെ ശക്തി കണ്ടോ? ഇവിടെ റേഞ്ച് ഒന്നും ഇല്ല. 50,000 പേരുന്നാലും 50,000 പേരുടെ മേലും വ്യാപരിക്കാൻ ഈ വചനത്തിന് കരുത്തുണ്ട്. കണ്ടോ? ആന്നു ദണ്ട് അവിടെ ഒരു പ്ലഗ് കുത്തിവെച്ചിട്ടുണ്ടേ, ഉണ്ട് സ്റ്റേജില. അവിടുത്തെ ഞാൻ തോന്നുന്നു ഇതെല്ലാം പോകുന്നത്. ആന്നു ഇവിടെ ഒരു സ്വിച്ച് ബോർഡും ഇരിപ്പുണ്ട്. ഞാൻ അതിനകത്ത് ഒരു സ്വിച്ച് ഉരിയച്ചേ, അതിനകത്തോട്ട് ഒരു ഇരുമ്പാണി കുത്തിക്കയറ്റി വെച്ചേച്ചേ. ആ ഇരുമ്പാണിയിലോട്ട് കൈ പിടിച്ചേച്ച് സ്വിച്ച് ഇട്ടാൽ കരണ്ട് അടിക്കുമോ? തിരുവല്ലയിലെ കരണ്ടാണ് എനിക്ക് ഉറപ്പാ. ബാംഗ്ലൂരിലെ കരണ്ട് പറ. നിങ്ങൾ പറയും പാസ്റ്റേ കരണ്ടിന് അങ്ങനെ ഒരു കുഴപ്പമില്ല, എവിടുത്തെ കരണ്ടാണേലും കരണ്ടെ തൊട്ട ഷോക്ക്. അത് തന്നെ ഞാൻ ഈ പറയുന്നത്, വചനത്തിന് അങ്ങനെ ഒരു ബന്ധനമൊന്നുമില്ല. ആര് വിശ്വസിച്ചുകൊണ്ട് വചനത്തെ സ്പർശിക്കുവോ, ഏത് കൊച്ചു കുഞ്ഞ് തൊട്ടാലും ശക്തി വ്യാപരിക്കുന്നതാ വചനം.
ഈ മൂന്നാമത്തെ രാത്രി വചനത്തിന്റെ ശക്തി എന്റെ മേൽ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ രണ്ട് കരം ഉയർത്തി പിടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. എവിടെ വരെ വ്യാപരിക്കും? അർത്തമീസ് ദേവിയുടെ ക്ഷേത്രമുള്ള ആവിചാരത്തിനും മന്ത്രവാദത്തിനും മന്ത്രച്ചരടിനുമൊക്കെ ഭയങ്കര പ്രാധാന്യതയുള്ള എഫെസോസ് പട്ടണത്തിൽ നിന്നുകൊണ്ട് പൗലോസ് സഭയെ ഓർപ്പിക്കുക, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലല്ല, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വ്യാപരിക്കാൻ കരുത്തുള്ളതാ ദൈവത്തിന്റെ വചനം. ഓ ശബാരബാര. ബന്ധനം പറഞ്ഞു വചനത്തെ ആരും പേടിപ്പിക്കരുത്. പോരാട്ടം പറഞ്ഞു വചനത്തെ ആരും പേടിപ്പിക്കരുത്. അന്ധകാരം പറഞ്ഞു വചനത്തെ ആരും പേടിപ്പിക്കരുത്. ഏത് അന്ധകാര ശക്തികൾക്കും അതീതമായി വ്യാപരിക്കാൻ കരുത്തുള്ള വചനമാ ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്നതെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. അമ്മമ്മേ, പൗലോസ് സഭയെ ഓർപ്പിക്കുക, ഈ വചനം വ്യാപരിച്ചു, ക്രിസ്തുവിൽ വ്യാപരിച്ചു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പറ, ശബ്ദം ഉയർത്തി പറ. അപ്പൊ ഈ വചനത്തിന്റെ കരുത്തെന്താ? സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ, മരിച്ചിരിക്കുന്നതിനെ ജീവനോടെ പുറത്തു കൊണ്ടുവരാൻ, അടച്ചു വെച്ചതിനെ ഉയർപ്പിക്കാൻ, പുറത്തു വരാത്തതിനെ പുറത്തു കൊണ്ടുവരാൻ. ഓ ശകാരകാരക. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്വോത്രം. ഇട്ടത് പച്ച അരിയ, വെള്ളം പച്ച വെള്ളമായിരുന്നു. അടച്ചു വെച്ചത് നല്ല ഒരടപ്പ് കൊണ്ടാ. പക്ഷെ അങ്ങോട്ട് കത്താൻ തുടങ്ങിയപ്പം തീയെ അകത്തൊരു ചലനമുണ്ടായി. ഇന്നലെ വരെ തറഞ്ഞിരുന്ന അരിക്കഷ്ണം ഇന്നിപ്പോ തുള്ളുക. കാരണം എന്നാന്നറിയാ? വ്യാപാരം ഉണ്ടാകുന്നിടത്ത് അടക്കി വെക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഭയങ്കര ദൈവശക്തി രാത്രി വ്യാപരിക്കും. ബൈൻഡ് ചെയ്ത ചില ബൈൻഡിങ്സുകൾ ജീസസ് ജീസസ് ശബാരഹതരാരക. ഞാൻ ഈ രാത്രിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പം പരിശുദ്ധാത്മാവനോട് പറഞ്ഞ ദൂതിത ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞു. ചിലതിനെ അടച്ചു വെച്ചിരിക്കുന്ന കെട്ട് ഇന്ന് രാത്രി പൊട്ടാൻ പോകുക. നീ പുറത്തു വരും, നിന്റെ തലമുറ പുറത്തു വരും, നിന്റെ കുടുംബം പുറത്തു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉറക്കെ പറ, ഞങ്ങൾ പുറത്തു വരും, ഞങ്ങൾ പുറത്തു വരും, ഞങ്ങൾ പുറത്തു വരും. യെസ്. ജീസസ്. ഇന്ന് രാത്രി ഒത്തിരി ലീഡേഴ്സിനെ കർത്താവ് തൊടും. ഒത്തിരി പേരെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ഒത്തിരി പേരെ അധികാരമുള്ളവരാക്കി കർത്താവ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ സഭയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ദൈവപ്രവൃത്തിയായി മാറാൻ പോവുക. സുധാര വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്ത് തുടങ്ങിക്കോ. ചുമ്മാതെ പറഞ്ഞിളക്കുകയല്ല, അതിനപ്പുറത്ത് ദൈവത്തിന്റെ പ്രവൃത്തി മാനിഫെസ്റ്റ് ചെയ്യുന്നത് റിയലൈസ് ചെയ്യത്തക്ക നിലയിൽ വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തു. വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചു. ഓൺലൈനിലൊക്കെ ഇരിക്കുന്നവരോട് ഞാൻ പറയുകയാ, ഇത് നിങ്ങളുടെ രാത്രിയാ. ദിസ് ഈസ് യുവർ നൈറ്റ്. ഇന്ത്യക്ക് വെളിയിലിരുന്ന്, ഇന്ത്യക്ക് വെളിയിലുള്ള ചില രാജ്യങ്ങളിൽ ഇരുന്ന് എന്നെ കേൾക്കുന്നവരോട് ഈ രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നിന്നെ ബന്ധിച്ചത്, നിനക്ക് നേരെ കുരുങ്ങിക്കിടക്കുന്നതിലെ ആണലികൾ ഇന്ന് രാത്രി ആത്മാവിന്റെ തീക്കകത്ത് തെറിച്ചു പോകുന്ന രാത്രിയാ. ചിലത് കരിഞ്ഞു പോകുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ക്യാൻസറുകൾ തെറിച്ചു പോകട്ടെ. പ്രാണനെ അപഹരിക്കുവാൻ പത്തി വിടർത്തി നിൽക്കുന്ന ചില രോഗ അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി തെറിച്ചു പോകട്ടെ. കയ്യെ ചുറ്റിയതിരിക്കുന്നതിനെ കണ്ടോണ്ട് നിൽക്കരുത്. കയ്യെ ചുറ്റിയതിന് ഇന്ന് രാത്രി ആത്മാവി കൊടയണം. വലിച്ചു കൊടാ, വലിച്ചു കൊടാ. ചിലരൊക്കെ തെറിച്ചു പോകുന്നതിന്റെ ശബ്ദം ഈ രാത്രി നിന്റെ ചെവി കേൾക്കട്ടെ. ഈ ഹാളിനകത്ത് മുഴുവൻ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കുന്നു. എനിക്ക് തെസ്സലോനിക്ക സഭയുടെ ഒത്തിരി മാതൃകകൾ ഇഷ്ടമാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാതൃകയാ വചനം സ്വീകരിക്കുന്നവരുടെ മാതൃക. ബഥേലിൻ്റെ എല്ലാ മാതൃകകളും ശരിക്കും റിയലി അപ്രീഷിയേറ്റീവ്, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലേറ്റവും നല്ലത് വചനം സ്വീകരിക്കുന്നതാകട്ടെ. ഇന്ത്യയിൽ ഇതുപോലൊരു ചർച്ച ഉണ്ടാകാതിരിക്കട്ടെ. വചനം സ്വീകരിക്കാൻ കൊതിക്കുന്ന, വചനം സ്വീകരിക്കുന്നതിൽ ഫസ്റ്റ് ഞങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ. ഒത്തിരി വളരുന്ന സഭകളുമായിട്ട് കണക്റ്റഡ് ആകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനായിട്ട് അങ്ങനെ അങ്ങോട്ടൊന്നും ശ്രമിക്കാറില്ല. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ഇങ്ങനെ ഓരോരുത്തടത്ത് ദൈവം കണക്ട് ചെയ്യാറുണ്ട്. വിജയവാഡയിൽ PS ഫിലിപ്പ് സാറിൻ്റെ പെങ്ങടെ മകൻ്റെ ഒരു സഭയുണ്ട്. ഞാനൊരു കോവിഡിന് മുമ്പ് അവിടെ ചെല്ലുമ്പോൾ 16,000 പേര് ആ സഭയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രിൻസ് പാസ്റ്റർ പോയിട്ട് വന്ന് പറഞ്ഞു 20,000 പേര് ആ ചർച്ചിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ മലയാളികളെയൊക്കെ ദൈവം അയച്ച ഇടങ്ങളിലെല്ലാം വലിയ ദൈവപ്രവർത്തികൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുള്ള കർത്തൃദാസന്മാർ ആ ഒരു സ്ഥാനത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ട് ഇന്നും മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ശക്തമായ ദൈവകൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യ സമയത്ത് മാത്രമേ കേരളത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളൂ. ഇന്ന് നിത്യത വിശ്രമിക്കുന്ന ചച്ചുവടിലെ ഒരു വൈപ്പാപ്പച്ചൻ പാസ്റ്ററുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു ദിവസം വളരെ യാദൃച്ഛ്യമായിട്ട് മാർത്താണ്ഡംകാരൻ ഒരു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു. വിൻസെൻ്റ് സുന്ദർ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു CSI പള്ളിയിലെ അച്ഛനായിരുന്നു. അവിടുന്ന് ഓർഫനായിരുന്നു. ജോയ് സന്യാസിനി എന്ന് പറയുന്ന ഒരു സന്യാസിനി അദ്ദേഹത്തെ എടുത്ത് വളർത്തി. പിന്നെ തിയോളജിക്കൽ സ്റ്റഡീസ് കഴിഞ്ഞ് അച്ഛനായി. പക്ഷെ അവിടുന്ന് ദൈവം അദ്ദേഹത്തെ തൊട്ടു. അദ്ദേഹം ഇന്ന് വിവാഹം കഴിക്കാത്ത ഒരു സന്യാസിയാണ്. സുന്ദർ പാസ്റ്റർ ബാംഗ്ലൂർ വഴിയെല്ലാം വന്ന വരവാ. ഒറ്റ തുണിയും കൊണ്ട്, ഒറ്റ വെള്ള തുണി, അത് മാത്രമേ ഉള്ളൂ. ബാംഗ്ലൂരെല്ലാം വന്നേച്ച് ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് കയറി എറണാകുളത്ത് വന്ന വരവാ. അപ്പോൾ ആ വെള്ളത്തുണിയുടെ പരുവെന്തോന്ന് നിങ്ങൾക്കറിയാം. ഈ മനുഷ്യൻ അവരുടെ വീട്ടിൽ കയറി വരുമ്പം ഒരുമാതിരി പ്രാന്തനെ പോലെ വരുന്ന ഇദ്ദേഹത്തെ ഞങ്ങളാരും വലിയ മൈൻഡ് ചെയ്തില്ല. പക്ഷേ വൈപ്പാപ്പച്ചൻ പാസ്റ്ററിൻ്റെ പപ്പായോട് പറഞ്ഞു, ഇദ്ദേഹം ഭയങ്കര ഒരു അഭിഷക്തനാണ്, നിങ്ങളെ ആ നാട്ടിൽ വിളിക്കുമ്പം പൊക്കോണം, നോ പറയരുത്. വൈപ്പാപ്പച്ചൻ പാസ്റ്റർ എന്നിട്ട് ഈ പാസ്റ്ററോട് പറഞ്ഞു, ഇത് ശക്തനായ ഒരു ദൈവദാസനാണ്, വിളിച്ചോളാൻ പറഞ്ഞു. അന്നേരം ഞാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞേച്ച് അവിടുത്തെ പിള്ളേരുടെ കൂടെ പേരയുടെ മണ്ട ഇരുന്ന് പേരയ്ക്ക പറിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്നേരം പുള്ളി പറഞ്ഞു, ഇത് ശക്തനായ അഭിഷിക്തനാണ്. പുള്ളി അന്നേരം കണ്ടു, റിയലൈസ് ചെയ്തു, വിളിച്ചു വരാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ. അന്നേരം എന്നോടൊന്നും പറഞ്ഞില്ല, വരണം. പപ്പ പറഞ്ഞു ഒരു ദിവസം വരാമെന്ന്. കാര്യം നമ്മുടെ നാട്ടിൽ ആകെപ്പാടെ കൺവെൻഷന് പോകുന്ന ഒരു ദിവസമാണ്. അന്നേരം പുള്ളി പറഞ്ഞു ഒന്നൊന്നും പറ്റത്തില്ല, 4 ദിവസം വരണമെന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു അങ്ങനൊന്നും വരാൻ പറ്റത്തില്ല, സ്കൂളുണ്ട്. അതുമാത്രമൊന്നുമല്ല, ആകെപ്പാടെ ഒരു പ്രസംഗമേ കയ്യിലുള്ളൂ, പിന്നെ എങ്ങനെ 4 ദിവസം വരുന്നത്. അന്നേരം പുള്ളി പറഞ്ഞു, ഈ ഒരു പ്രസംഗം നിങ്ങളുടെ ഇവിടെ അധികപ്പറ്റ്, ഞങ്ങളുടെ അവിടെ 4ആയിട്ട് അതങ്ങ് പറഞ്ഞാൽ മതി, ബാക്കി നമുക്ക് പാട്ടയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു.
അങ്ങനെ ആദ്യത്തെ പോക്ക് ഞാൻ തമിഴ്നാട്ടിൽ മാർത്താണ്ഡത്തിനടുത്ത് തച്ചമ്പള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നു, പ്രസംഗിക്കാൻ എഴുന്നേറ്റു. വലിയൊരു മഴ വന്നു, നിയോഗം ദൈവം തന്നു, ശാസിച്ചു, മഴ മാറി നിന്നു, വചനം പ്രസംഗിച്ചു, ഒത്തിരി പേര് സ്നാനപ്പെട്ടു. പിന്നെ 25 വർഷം ഇവരുടെ സഭകളിൽ മാത്രം അങ്ങ് പോവായിരുന്നു. എല്ലാ വെള്ളിയാഴ്ച റാന്നിന്ന് വണ്ടി കയറും. എനിക്ക് തോന്നുന്നു ഞാൻ പത്തനംതിട്ട സഭ തുടങ്ങാൻ കാരണം പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഞാനും എൻ്റെ അപ്പനും ഇരുന്നത് പോലെ ഇരുന്നിട്ടുള്ള ഉപദേശിമാർ വേറെ ഇല്ല. കാരണം രാത്രി 11:30 തിരുവനന്തപുരത്ത് വരും. 11:30 തിരുവനന്തപുരത്ത് വന്നേച്ച് പത്തനംതിട്ടയ്ക്ക് രാത്രി ഒരു വണ്ടി ഉള്ളത് മല്ലപ്പള്ളി വണ്ടിയാണ്. 1:30 ഒരു വണ്ടിയുണ്ട്. ഇപ്പോഴാണ് ഈ ബംഗാളികളെല്ലാം കൂടെ കേരളത്തിൽ വന്ന മേശിരിമാരായത്. അതിന് മുമ്പ് തമിഴ്നാട്ടുകാരാ, പ്രത്യേകിച്ച് തെക്കത്തെ തിരുവിതാംകൂറുകാരാ അന്ന് മേശിരിമാർ. ഇവരെല്ലാവരും കയറുന്ന പത്തനംതിട്ട ജില്ലയിലുള്ള സകല മേശിരിമാരും ഞായറാഴ്ച രാത്രി കയറി വരുന്ന വണ്ടിയാണ് മല്ലപ്പള്ളിക്കുള്ള ഫാസ്റ്റ് പാസഞ്ചർ. അവിടുത്തെ സീറ്റ് റിസർവേഷൻ കിട്ടണമെങ്കിൽ 11:30 വന്ന് ക്യൂ നിന്നാലേ 1:15 വരെ അത് കൊടുക്കത്തുള്ളൂ. ഞാനും എപ്പോഴും കൂടെ തമ്പാനൂർ മാറി മാറി എന്തും മാത്രം ക്യൂ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്ന് വരാം. ഇത് കിട്ടിയില്ലേൽ പത്തനംതിട്ട വരെ നിൽക്കണം. ദൈവത്തിന് സ്വത്രം. 4:30 ഇത് പത്തനംതിട്ട വരും. പിന്നെ 5:30 ഉള്ളൂ ഈ നമ്മുടെ റാന്നിയിലോട്ടുള്ള വണ്ടി. 5:30 വണ്ടിക്ക് കയറി 6:15 റാന്നി വന്നേച്ച് പപ്പായുടെ പെങ്ങടെ വീട്ടിൽ കയറി കുളിച്ചേച്ച് MSc പഠിക്കാൻ പോകുന്ന ഒരു ദിനചര്യയായിരുന്നു എൻ്റെ ഒരു ദിനചര്യ ഒരു കാലം മുഴുവൻ. അന്ന് കൊതിച്ചിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, കർത്താവേ കർത്താവേ കർത്താവേ. പത്തനംതിട്ടയിൽ നിന്ന് മാറി തിരുവല്ലായിക്കടുത്ത് കാണും എവിടെയെങ്കിലും ഒരു ചെറിയ വീട് കിട്ടുമായിരുന്നെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. ഈ നിൽക്കേണ്ട കാര്യമില്ല. കാര്യം കോട്ടയത്തിന് ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. കോട്ടയംകാർ ഉദ്ദേശിമാരെല്ലാം തിരുവനന്തപുരത്തുനിന്ന് കൺവെൻഷൻ കഴിഞ്ഞേച്ച് നേരെ തമ്പാനൂർ വന്നേച്ച് റിസർവേഷൻ കൂപ്പണെടുത്ത് കയറിപ്പോകുമ്പോൾ നമ്മളിവരെ നോക്കി നിൽക്കുക. കർത്താവ് രണ്ടിനും മറുപടി തന്നു. കുറ്റൂര് താമസിപ്പിക്കുകയും ചെയ്തു, പത്തനംതിട്ട സഭയും തന്നു. സ്തോത്രം. അതിനെക്കാട്ട് രസം 25 വർഷം കൊണ്ട് എന്നെ ദൈവം അങ്ങ് പഠിപ്പിച്ചു. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ ഉദ്ദേശിമാർ ഒരു സാധു ലാസ്രയൊക്കെ ഉണ്ടായിരുന്നു. 8 വയസ്സിൽ ദൈവം അഭിഷേകം ചെയ്ത മനുഷ്യനാണ്. 88ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. ഈ കരയെ കൂടെ പോയ അങ്ങേ കരയെ കൂടെ ഭൂതം അലറിപ്പോവും. ഈ ലാസറുദ്ദേശി മാത്തൂര്, ലാസറുദ്ദേശിയുടെ കൂടെ ഈ കേരളത്തിൽ തമിഴ്നാട്ടുകാരനല്ലാത്ത ഒരാൾ ഏറ്റവും കൂടുതൽ ആ മുറിക്കകത്ത് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാനാ. അങ്ങനെ അവിടെ കിടന്നുറങ്ങുമ്പോൾ ഈ പുള്ളി നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേന് അന്യഭാഷ ഞെട്ടിപ്പിച്ച് കളയും. ഭയങ്കര അന്യഭാഷ. ഇതുപോലെ അന്യഭാഷ ഞാൻ കേട്ടിട്ടില്ല. ഈ മനുഷ്യനൊക്കെ രാത്രിയൊക്കെ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. നമ്മൾ ദൈവം അങ്ങനെ ഇങ്ങനെ ഏലിയാവിൻ്റെ ഒക്കെ കൂടെ നിർത്തിയെന്ന് പറഞ്ഞ പോലെ നമ്മൾ പോലും അറിയാതെ ചിലരെയൊക്കെ കൂടെ നമ്മളെ ഇങ്ങനെ കണക്ട് ചെയ്യും. അന്നേരം ഈ ഉപദേശിമാരെല്ലാം എല്ലാ കൺവെൻഷൻ യോഗത്തിനും ഉണ്ട്. രാവിലെയും പ്രസംഗിക്കണം, വൈകിട്ടും പ്രസംഗിക്കണം. 4 ദിവസം എന്ന് പറയുമ്പോൾ 8 പ്രസംഗം. ഈ ആഴ്ച കഴിഞ്ഞേച്ച് പിന്നെ അടുത്ത ആഴ്ച വരണം. അന്നേരം നമ്മുടെ കയ്യിൽ ഗൂഗിളും ഇല്ല, ആകെപ്പാടെ ഉള്ളത് ഈ പുസ്തകം മാത്രമാണ്. അന്നേരം സത്യത്തിൽ ഒരു മലയാളം പുസ്തകം മേടിക്കാൻ പോകാനുള്ള സമയവും ഇല്ല. പക്ഷെ അന്ന് വചനം ദൈവം തന്നതാ. അന്ന് വചനം തന്നു, ഉള്ളു മുഴുവൻ വചനം നിറച്ചു. അപ്പം ഞാൻ എനിക്ക് ശേഷം വന്നവരാ കേരളത്തിൽ പ്രസിദ്ധരായിട്ടുള്ള ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാർ, പ്രാസംഗികരെല്ലാം തന്നെ. ഇവരെല്ലാവരും കൂടെ കാനഡയ്ക്കും അമേരിക്കയ്ക്കും പോകുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു കർത്താവേ, ഈ തമിഴ്നാട് കൊണ്ട് തീരാനാണല്ലോ എൻ്റെ വിധി. എന്നും തിരുവനന്തപുരം പോകണം, തിരിച്ചു വരണം. ഇതാണല്ലോ നമ്മുടെ വിധി. അന്ന് ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ കോവിഡിന് മുമ്പ് വന്നേച്ച് പറഞ്ഞു, തലേ കൈവച്ച് പറഞ്ഞു, ഒരു ദിവസം 9 രാജ്യത്ത് പ്രസംഗിക്കുമെന്ന്. പിന്നെ TV ചാനലിൽ നിന്ന് വിളിച്ച് പ്രസംഗിപ്പിക്കുമെന്ന്. അതിൻ്റെ വഴി എതിലെ കൂടാന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായി കോവിഡ് വന്നു. ബാക്കിയൊക്കെ ചരിത്ര. സൂമിൽ കൂടെ ഒരു ദിവസം ഞാൻ 9 രാജ്യത്ത് പ്രസംഗിച്ചു. പിന്നെ TV ചാനലിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. പാസ്റ്റർ KC ജോണെന്ന് കേട്ടറിയാമെന്നല്ലാതെ എനിക്ക് അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം കണക്ട് ചെയ്തു. ഇന്ന് ആ സ്ഥാപനത്തോട് ചേർന്ന് നിന്ന് ലോകത്തോട് പ്രസംഗിക്കാൻ ദൈവം എന്നെ പ്രാപ്തനാക്കി. ഞാൻ ഇത്ര സാക്ഷ്യം പറഞ്ഞതിൻ്റെ കാര്യം, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ തടഞ്ഞു വെക്കാൻ ആർക്കും പറ്റത്തില്ല. സമയമാകുമ്പോൾ നീ പുറത്തു വരും. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. നമ്മളായിട്ട് ഒരു വാട്സപ്പിലും ഒരു ഫേസ്ബുക്കിലും പ്രൊമോഷൻ നടത്തണ്ട. ദൈവമായിട്ട് പ്രൊമോട്ട് ചെയ്തോളും. ദൈവം നിന്നെ പ്രൊമോട്ട് ചെയ്യാത്തിടത്തോളം കാലം ആര് നിന്നെ പ്രൊമോട്ട് ചെയ്താലും
ഒരു കാര്യവും ഇല്ല. ഈ സാക്ഷ്യം മനസ്സിരിക്കട്ടെ. ഇനിയും വചനത്തിലേക്ക് വരാം. 73-ാം സങ്കീർത്തനം 28-ാം വാക്യം. സങ്കീർത്തനം. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവർത്തനങ്ങളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിങ്ങളുടെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതം ആക്കിയിരിക്കുന്നു. മനുഷ്യജീവിതം ഒരു യാത്രയാ. ചിന്തകന്റെ ഭാഷയെ പറഞ്ഞ അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് അസ്തിത്വത്തിൻ്റെ ലോകത്തിൽ വന്ന് അറിവിൻ്റെ അനുഭൂതികൾ നുകർന്ന് അസ്തിത്വത്തിലേക്ക് തീരോഭവിക്കുന്ന യാത്ര. മനുഷ്യജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ മനുഷ്യർക്കും വിവിധങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ചില മനുഷ്യർ പറയും മനുഷ്യജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത് വിദ്യാഭ്യാസമാണ്. വേറെ ചില മനുഷ്യർ പറയും പൈസയാ മനുഷ്യജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. വേറെ ചിലർ പറയും ജനിച്ചു വളർന്ന കുടുംബ പശ്ചാത്തലമാണ് മനുഷ്യജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. പക്ഷേ ആസാഫിനെ പോലൊക്കെയുള്ള ദൈവമനുഷ്യരോട് ചോദിച്ചാൽ അവർ പറയും ഒരു മനുഷ്യജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയാൻ പറ്റും, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് പോയിന്റ്, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും തിളക്കമുള്ള കാര്യം എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന കണക്ഷൻ വിത്ത് ഗോഡ്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ. ഈ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായത്തോടു കൂടെ പാടുന്ന സ്തോത്രഗീതങ്ങളാ സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങൾ പാടുന്നത് ആത്മീക വർധനയ്ക്ക. സങ്കീർത്തനങ്ങൾ പാടുമ്പോൾ സ്തോത്രം ചെയ്യുക. ഇങ്ങനത്തെ 150 പാട്ട് ബൈബിളിലുണ്ട് അല്ലെ? വാദ്യോപകരണങ്ങൾ വെച്ച് പാടുന്ന 150 പാട്ട്. ഇതിനകത്ത് 12 പാട്ടുകൾ കമ്പോസ് ചെയ്തത് ആസാഫൊക്കെയാണ്. ആസാഫിൻ്റെ ഒക്കെ 12 പാട്ട്. ഈ 12 പാട്ടുകളിൽ നിന്നും 11 പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പാട്ടാണ് 73-ാം സങ്കീർത്തനം. ഞാൻ പറയാ 73-ാം സങ്കീർത്തനത്തിൽ പറയാ മനുഷ്യജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധം. ദൈവിക ബന്ധം ഒരു മനുഷ്യന് സമ്മാനിക്കുന്ന സാധ്യതയെക്കുറിച്ചാണ് ഈ രാത്രി ഞാൻ സംസാരിക്കുന്നത്. അവിടേക്ക് വരുമ്പം ശരിക്കും ആസാഫ് ആരായിരുന്നെന്നും ആസാഫിൻ്റെ ചരിത്രത്തിൽ ദൈവിക ബന്ധം കൊണ്ടുണ്ടായ സാധ്യതകൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കാൻ പോകുന്നത് 2 ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ നിന്നാണ്. ഒന്നാമത്തെ ദിനവൃത്താന്തത്തിൽ തുടങ്ങും, 2-ാമത്തെ ദിനവൃത്താന്തത്തിൽ തീർക്കും. നിങ്ങളെല്ലാവരും വരണം. ആസാഫിൻ്റെ ചരിത്രമാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം, വായിക്കണം. ആസാഫിൻ്റെ ചരിത്രത്തിൻ്റെ ആരംഭം 1 ദിനവൃത്താന്തം 15:16. പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാഥ ഉച്ചത്തിൽ ധ്യാനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ ലേവ്യർ യാഹേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാര് ഖേരാവിന്റെ മകനായ ആസാഫിനെ അവരുടെ സഹോദരന്മാരായ എന്താ വായിച്ചത്? ദാവീദ് ലേവ്യരിൽ പ്രധാനിമാരോട് കിന്നരം, വീണ, കൈത്താളം എന്നീ വാദ്യോപകരണങ്ങളാൽ സന്തോഷനാഥ ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ ദാവീദ് യോബേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബെരക്കിയാവിന്റെ മകൻ ആസാഫിനെയും. അപ്പം ആസാഫിന്റെ ചരിത്രം ആരംഭിക്കുക ആരുമായിട്ടുള്ള ബന്ധത്തിൽ? ദാവീദിന്റെ ഗായക സംഘവുമായിട്ടുള്ള ബന്ധത്തിൽ. അന്നത്തെ ലോകത്തിലേതെന്ന് മാത്രമല്ല, എന്നത്തെ ലോകത്തിലെയും ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കൊയർ ടീമായിരുന്നു ആരുടെ ഗായക സംഘം? ദാവീദിന്റെ. 2 വാക്യം വായിച്ചാൽ അതിൻ്റെ പ്രത്യേകത അറിയാൻ പറ്റും. ദാവീദിന്റെ ഗായക സംഘത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ബഥേലൊക്കെ പ്രാർത്ഥിക്കണം, ദാവീദിന്റെ കൊയർ ടീം പോലൊരു കൊയർ ടീം ഞങ്ങൾക്ക് ഈ പട്ടണത്തിൽ തരണമെന്ന്. അത് ഇവിടുത്തെ കൊയർ ടീമിനെ ഞാൻ അഭിനന്ദിക്കുക.
ദാവീദിന്റെ കൊയർ ടീമിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഞാൻ പറയാം. അന്നേരം നിങ്ങൾ ആഗ്രഹിക്കും, ഉറപ്പായിട്ടും ആഗ്രഹിക്കും. വായിച്ചേ, എണ്ണം ഒന്ന് നോക്കിക്കേ, എത്ര പേരായിരുന്നെന്ന് നോക്കിക്കേ. 1 ദിനവൃത്താന്തം 23:5. 23:5. 1 ദിനവൃത്താന്തം 23:5. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 23 വേഴ്സസ് 5. 4000 പേർ വാതിൽ കാവൽക്കാരും. അപ്പൊ സെക്യൂരിറ്റി ആയിട്ട് എത്ര പേരുണ്ടായിരുന്നു ചർച്ചി? ഇവിടെ എത്ര പേരുണ്ട്? എത്ര ഉണ്ടെങ്കിലും അതിന് 4000 ആകട്ടെ, സെക്യൂരിറ്റി തന്നെ 4000. പിന്നെ അടുത്തത് 4000 പേർ സ്തോത്രം ചെയ്യേണ്ടതിനും. അപ്പൊ സ്തോത്രം പാടാൻ എത്ര പേരുണ്ടായിരുന്നു? പറ, ഹലോ, ഉറക്കെ പറ. അപ്പൊ സെക്യൂരിറ്റി 4000, പാട്ടുകാര് 4000. അപ്പം ഒരു സഭയെ പാട്ടുകാരുടെ എണ്ണം കൂടുന്നത് ശരിയാണോ തെറ്റാണോ? ഞാൻ പറഞ്ഞ 4000 വരെ പോയാൽ ഒരു കുഴപ്പവും ഇല്ല. അതുകൊണ്ട് വരുന്നവരെ മുഴുവൻ പിടിച്ച് പാട്ടുകാരാക്കിയേക്കണം. പിന്നെ വരുമ്പോഴേ എല്ലാവരോടും പറയണം, എല്ലാവർക്കും കൂടെ സ്റ്റേജിൽ നിന്ന് പാടാൻ ഇപ്പൊ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നിൽക്കുന്നിടത്ത് നിന്ന് എന്ത് ചെയ്തോണം? നമുക്കൊന്ന് ആഗ്രഹിച്ചാലോ 4000 പേര് നിന്ന് പാടുന്ന ഒരു കൊയർ ടീം ദൈവം തരുന്നതിനകത്ത് വിരോധമില്ലാത്തവരും അസൂയില്ലാത്തവരും സന്തോഷമുള്ളവരും ഒക്കെ ഉണ്ട്. സ്തോത്രം ചെയ്തു. 4000 പാട്ടുകാർ. ഈ പാട്ടുകാരുടെ കൂട്ടത്തിൽ തന്നെ ഒരു വീട്ടിൽ നിന്ന്, അത് വലിയൊരു പ്രശ്നമാണ്. എത്ര പേർക്ക് ഒരു വീട്ടിൽ നിന്ന് പാടാൻ വരാൻ പറ്റും? ഒന്ന് വായിച്ചു നോക്കിക്കേ. 1 ദിനവൃത്താന്തം 26:8. 26:8. ഒരു വീട്ടിൽ നിന്ന് എത്ര പാട്ടുകാർ വരെ പറ്റും? വായിച്ചു. 26:8. ഇവർ എല്ലാവരും ഓബേദ്-ഏദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദ്-ഏദോമിൽ നിന്നുള്ളവർ 62 പേർ. മതി. ഇവരെല്ലാവരും ഓബേദ്-ഏദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ, അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദ്-ഏദോമിനുള്ളവർ പറ 62 പേർ. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് എത്ര പേര് വരെ വരാം? ഏത് വീട്ടിൽ നിന്നായി വന്നേ? അമ്മ മനസ്സ് സീരിയലും കണ്ട് ബിഗ് ബോസും കണ്ട് 24 മണിക്കൂറും ടി വിയുടെ മുമ്പിൽ ഇരുന്ന് അമ്മാമ്മയുടെ അച്ഛൻ്റെയും പിള്ളേരുടെ കാര്യമല്ല ഈ പറഞ്ഞത്. വീട്ടിൽ വന്നത് പെട്ടകമാണെന്നും പെട്ടകം വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ പെട്ടകത്തിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ മറന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നവന്റെ തലമുറയുടെ അഡ്രസ്സാ പറയുന്നത്. അവരെല്ലാവരും ഓബേദ്-ഏദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ, അവരും സഹോദരന്മാർ ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരാ. അച്ഛാ, 1983 മുതൽ ഈ പട്ടണത്തിൽ തന്നെ മറന്നു പാടുന്ന ഒരു ദൈവദാസന്റെ തലമുറയെ ഇന്ത്യയുടെ ആത്മീക ചരിത്രത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു നിലയിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞത് ഇവിടെ നിൽക്കുമ്പം സാക്ഷ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉയർത്തുന്നത് അവരെ ഉയർത്താൻ വേണ്ടിയല്ല, മറിച്ച് പാടുന്നവൻ്റെയും പ്രാർത്ഥിക്കുന്നവൻ്റെയും തലമുറ അതിപ്രാപ്തരാകുമെന്നുള്ള ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി. അതുകൊണ്ട് യോഗത്തിന് വന്ന് വായും പൂട്ടിയിരിക്കാതെ ദൈവം തന്ന അവസരമൊക്കെ പാടാനും പ്രാർത്ഥിക്കാനും പോകുന്ന കാര്യത്തിൽ ഇവരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത സമയങ്ങളിലൊക്കെ സൈക്കിള് ചവിട്ടി ഉത്സാഹത്തോട് ആരാധനയ്ക്ക് പോയവരാ. കഴിഞ്ഞ ദിവസം ആ ഒരു ചരിത്രം ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞത് ഞാൻ കേൾക്കാനിടയായി. ഇന്ന് രാത്രി ട്രാഫിക് ബ്ലോക്കിന്റെ പേര് പറഞ്ഞ് സ്വന്തമായിട്ട് ഒന്നിലധികം കാറ് വീട്ടിലുണ്ടായിട്ടും അത് വീട്ടിലിട്ടച്ച് ഓൺലൈനിൽ ഇത് കേൾക്കുന്ന അച്ചായ ഈ രാത്രി മാനസാന്തരപ്പെട്ടോണം. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടേലും യോഗത്തിന് വരുന്ന കാര്യത്തിൽ ഞാനൊരാവേശത്തിൽ പറഞ്ഞല്ല. ഓൺലൈൻ ഒരു സൗകര്യമാക്കരുത്. സഭയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞേ ഓൺലൈനാകാവൂ. ദൈവസഭയ്ക്കകത്ത് വന്നിരുന്ന് ആരാധിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്. വന്നാൽ മാത്രം പോരാ.
ചിലർ വിചാരിക്കുന്നത് ഇവിടെ വന്നു ഹാജര് വെച്ചോണ്ടല്ല എന്നല്ല. ഈ ഓബേദോമിന്റെ പ്രത്യേകത എന്താ? പെട്ടകത്തിന്റെ മുമ്പിൽ പാടാൻ തുടങ്ങി. ഈ രാത്രി ശബ്ദം ഉയർത്തണം, പാടണം, സ്തുതിക്കണം, ആരാധിക്കണം, നൃത്തം ചെയ്യണം, കൈയടിക്കണം, നമ്മളെ തന്നെ മറക്കണം. ഉദാരകക്ഷനാദര ദൈവത്തെ സ്തുതിക്കണം. പാടി സ്തുതിക്കുന്നത് അന്യഭാഷകളിൽ സ്തുതിക്കച്ച ആത്മാവ് ദൈവത്തെ സ്തുതിക്ക. യെസ്. ഒരു പൊട്ടിയെ പോലെ, ഒരു ഭക്ഷനെ പോലെ നീ നിന്നെ തന്നെ മറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോ അതിന്റെ റിസൾട്ട് വെളിപ്പെടുന്നത് നിന്റെ തലമുറയില 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 തലമുറയില. ഞാനും 3 കുഞ്ഞുങ്ങളുടെ അപ്പനാ. തൊണ്ട ഇന്ന് രാത്രി അടച്ചിട്ടു ഞാൻ എന്നെ തന്നെ മറന്നു കിടന്ന് തുള്ളുന്നതിന്റെ കാരണം എനിക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഞാൻ ഉപയോഗിക്കപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി എന്റെ പിള്ളേര് കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം. എന്റെ അപ്പൻ തന്നെ മറന്ന് ആരാധിക്കുന്ന അപ്പനാ. എന്റെ അപ്പന്റെ മേൽ അഭിഷേകം വന്ന പന്തുരുളുന്നത് പോലെ തല കടന്ന് കുലുങ്ങും. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ തലയിട്ട് വെട്ടിച്ചാരാധിക്കുന്നത്? പക്ഷെ ഇന്ന് രാത്രി വല്ല യോഗ്യത ഉണ്ടെങ്കിൽ ആരാധിച്ച അപ്പന്റെ അമ്മയുടെ യെസ് ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ ഡീസന്റ് ആകണ്ട. ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ ഒത്തിരി പരിചാരം കാണിക്കണ്ട. ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ നിന്നെ തന്നെ മറക്ക്. അതിപ്രാപ്തരായ തലമുറ നിനക്ക് ദൈവം തരാനുള്ള ഒറ്റ വഴി. ഞാൻ അവിടെ നിന്നാൽ നമ്മുടെ മെസ്സേജ് രാത്രി പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ ബഹുമാനിക്കുന്നവന്റെ തലമുറയെ, ഇനി ലോകം മുഴുവനും നിനക്കും നിന്റെ തലമുറയ്ക്ക് എതിര് നിന്നാലും ദൈവത്തെ ബഹുമാനിക്കുന്നവന്റെ തലമുറയുടെ പ്രാപ്തി നിർണയിക്കുന്നത് ജീസസ്. കർത്താവിൻ്റെ ദാസന്മാർക്കൊക്കെ വല്ലതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നല്ലതായിട്ട് ആഹാരമൊക്കെ വെച്ച് വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞൊക്കെ അനുഭവിക്കുന്ന നന്മ വലുതായിരിക്കും. ഞങ്ങളുടെ താഴത്തെ മടന്നൂളിലെ വീടിൻ്റെ താഴത്തെ തോടിൻ്റെ അവിടെ കിണറ്. ആ കിണറിൻ്റെ അവിടുന്ന് 600 മീറ്റർ മേളിലോട്ട് പൈപ്പിട്ടിരിക്കുന്നത്. 2-ൻ്റെയോ 2.5-യുടെയോ മോട്ടറാ അന്ന് വെച്ചേക്കുന്നത് എൻ്റെ ഓർമ്മയിൽ സോദരൻ. പക്ഷേ അത് വരുന്നതിന് മുമ്പ് എൻ്റെ അമ്മ താഴെ പോയി കിണറ്റിൽ നിന്ന് 2 കുടത്തിനകത്ത് ഏണിനകത്ത് എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ വെച്ച് വിളമ്പി കൊടുത്ത ഒരമ്മയാണ്. നന്നായിട്ട് ആഹാരം ഉണ്ടാക്കും. സ്തോത്രം. അതെല്ലാം ഇന്ന് ദൈവം ഇങ്ങനെ കൈമാറും. ഈ അമ്മായിമ്മമാർ നല്ലതായിട്ട് ആഹാരം വെക്കുന്നവരാണെങ്കിൽ മരുമക്കളുടെ മേലും ആ കൃപ ദൈവം കൊടുക്കും. സ്തോത്രം. ഒന്നും അറിയാത്ത പൊട്ടിപ്പെണ്ണായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയ മോളാണേലും അവളെ നല്ല നല്ല കുക്കാക്കി ദൈവം മാറ്റും. സ്തോത്രം. എൻ്റെ ഭാര്യയൊക്കെ ഒന്നാന്തരമായിട്ട് ആഹാരം വെക്കും. പാസ്റ്റർ ഇന്ന് ആ വീട്ടിൽ നിന്നൊക്കെ ഇന്ന് രാവിലെ ഞാൻ മനസ്സ് നിറഞ്ഞു കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകം അഭിനന്ദിക്കുക. ഈ പ്രാപ്തിയൊക്കെ തരുന്നത് ദൈവമാ. സ്തോത്രം. അതിപ്രാപ്തന്മാരാക്കും. അവിടുന്ന് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഇങ്ങനെ 4000 പാട്ടുകാർ. ഓബേദോമിൻ്റെ പിള്ളേരാ മെയിൻ. ആ കൂട്ടത്തിൽ കിന്നരം, വീണ, കൈത്താളം എന്ന് പറഞ്ഞാൽ ഓർഗന, ഗിറ്റാർ, ഡ്രംസ്. ഈ സാധനം വായിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു ആര്? ബെരക്യാവിൻ്റെ മകൻ ആസാഫ്.
നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, 4000 പേര് ഇവിടെ നിരന്നു നിൽക്കുന്നു. 4000 പാട്ടുകാർ, 4 പേര് നിന്നിട്ടും ഡ്രംസ് ഇരിക്കുന്നത് ഏറ്റവും മൂലയ്ക്ക്. അങ്ങനെയാണ് പിന്നെ 4000 പേര് നിൽക്കുന്നിടത്ത് ഓർഗൻകാരൻ നിൽക്കുന്നത് എവിടാണെന്നറിയണമെങ്കിൽ ഒന്നെങ്കിൽ ഗൂഗിൾ മാപ്പിനോട് ചോദിക്കണം, അല്ലെങ്കിൽ അവൻ അവിടുന്ന് ലൊക്കേഷൻ നമുക്ക് ഇട്ടു തരണം, അല്ലേ? എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ സത്യത്തിൽ മിനിസ്ട്രിയുടെ ആരംഭത്തിങ്കൽ ഏതോ ഒരു മൂലയ്ക്ക് നിന്ന മനുഷ്യനാണ് ആര്? ബെരക്യാവിൻ്റെ മകൻ ആസാഫ്. എൻ്റെ ചോദ്യം, പൊട്ടനെ പോലെ ദൈവത്തെ ആരാധിക്കുന്ന, ബോച്ചനെ പോലെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്ന ഒരുവൻ എന്നും മൂലയ്ക്ക് നിൽക്കാൻ ദൈവം സമ്മതിക്കുമോ? യെസ്. അടുത്ത അധ്യായം വരുവാ, നിങ്ങളുടെ ലൈഫിലെ അടുത്ത അധ്യായം. വായിച്ചോ, 16-ാം അധ്യായം 5-ാം വാക്യം. 16-ാം അധ്യായം 5-ാം വാക്യം. ആസാഫ് തലവൻ. ആസാഫ് വാസ് എ ചീഫ്. ആസാഫ് ഈസ് എ ലീഡർ. ആസാഫ് പറ, വേണ്ടായോ? ഇരിപ്പ് കണ്ടിട്ട് വേണ്ടാന്ന് തോന്നുന്നു. വേണ്ടാത്തവർ ഇങ്ങനെ തന്നേക്ക്. വേണ്ടായോ? ഇതുവരെ തുറക്കാത്ത ഒരു 16-ാം അധ്യായം എന്റെ ജീവിതത്തിൽ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രികാലം? ഹല്ലേലൂയ. ഞാൻ ആദ്യം എൻ്റെ സാക്ഷ്യം പറയാൻ കാരണം, ഇതുവരെ തുറക്കാത്തൊരു 16-ാം അധ്യായം നിന്റെ ജീവിതത്തിൽ തുറക്കാൻ ദൈവത്തിന് ഒരു സെക്കൻഡ് പോലും വേണ്ട എന്ന് പറയാനാ ഈ രാത്രി വിശ്വസിക്കുന്ന സഹോദരങ്ങൾ ചേർന്ന് പറ, ഇതുവരെ തുറക്കാത്ത ഒരു അധ്യായം എന്റെ ലൈഫിൽ, അത് ഏത് മേഖലയിലാകട്ടെ, ഞങ്ങൾ ഇന്ന് രാത്രി ശക്തമായി പ്രാർത്ഥിക്കും. കല്ലറ തുറന്ന് 3-ാം ദിവസം കർത്താവ് പുറത്തു വന്നതുപോലെ ബൈൻഡ് ചെയ്തിരിക്കുന്ന ചില സാഹചര്യങ്ങളെ തുറന്ന് ചിലർ പുറത്തു വരാൻ പോകുകയാ. ഇതുവരെ തുറക്കാത്ത ഒരു അധ്യായം ബിസിനസ്സുകാരുടെ ലൈഫിൽ. യെസ്, വിശ്വസിച്ചു. പ്രത്യേകിച്ചും ബിസിനസ്സുകാരോട് ഞാൻ പറയുകയാ, ഇതൊരു പുതിയ ചാപ്റ്റർ തുറക്കുന്ന ദിവസം, ഒരു 16-ാം അധ്യായം. നീ എന്നും കോർണർ ചെയ്യപ്പെടത്തില്ല. എവിടെയൊക്കെ കോർണർ ചെയ്യപ്പെട്ടോ, എവിടെയൊക്കെ സൈഡാക്കപ്പെട്ടോ, എവിടെയൊക്കെ അവഗണിക്കപ്പെട്ടോ, അവിടെയൊക്കെ മുന്നിൽ നിർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ആമേൻ പറഞ്ഞേറ്റെടുക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കൂ. ദൈവം ചെയ്ത വാഗ്ദത്തത്തിന് ആമേൻ പറയുന്നവർ, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് ആമേൻ പറയുന്നവർ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മൂലയ്ക്കൂന്ന് തലവനായി. ഇനി ഒരു 10 അധ്യായം കൂടെ നമുക്ക് മുന്നോട്ട് പോയാലോ? 25-ന്റെ 1 വായിച്ചേ. 1 ദിനവൃത്താന്തം 25-ന്റെ 1. ദാവീദും സേനാപതിമാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ടും പ്രവചിക്കുന്നവരായ ആസാഫിന്റെയും. ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തേക്ക്. ദാവീദും സേനാധിപതിമാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ. ഈ കോർട്ടീമിലുള്ള സഹായം എനിക്ക് വേണേ. ഓർഗൻ വായിക്കുക എന്നല്ലേ പറയുന്നത്, ഓർഗൻ പ്ലേ ചെയ്യുക എന്നല്ലേ പറയുന്നത്. ഡ്രംസ്, ഗിറ്റാറ്, ഓർഗനും കൊണ്ട് പ്രവചിക്കുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വായന കൊണ്ട് നിർത്തരുത്. കുറഞ്ഞ പക്ഷം പ്രവചനത്തിലോട്ട് കയറിക്കോണം. ഒരുത്തന്റെ മേൽ ദൈവം അധികാരം ഏൽപ്പിച്ചാൽ ശബ്ദം പോലും പ്രവചനമായി മാറുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, നീ പറയുന്നത് പ്രവചനത്തിന്റെ വാക്കാ. അന്ത്യകാലത്ത് സകല ജനത്തിൽ വാ അടയ്ക്കരുത്. സാത്താൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുമ്പോ ഇന്ന് രാത്രി പറ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന സഭ. ഒരു പറയുന്ന ഓരോ വാക്കും പ്രവചന വാക്ക.
എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോല. ഉദാരകൽക്കടക. ദൈവം നിന്നെ ഇന്ന് രാത്രി ആലയത്തിൽ നിയോഗിച്ചിരിക്കുന്നത് പ്രവചിക്കാനാ. 84 വർഷം ആലയം വിട്ടു പിരിയാതിരുന്ന ഹന്ന പ്രവാചകയെ കുറിച്ച് വായിക്കുന്നത് പോലെ ആലയം വിട്ടു പിരിയാതെ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ പറയുന്നു, നിങ്ങളെ ദൈവം ശക്തരായ പ്രവാചകന്മാരാക്കി, ശക്തരായ പ്രവാചകിമാരാക്കി, ശക്തമേറിയ പ്രവചന ശുശ്രൂഷ തന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുന്ന കാലമാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തോടെ സ്വീകരിച്ചാട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു സഭ ഒരുങ്ങുന്നതിന്റെ തെളിവ് അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ മേലും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേക്കട്ടെ. MBBS നല്ലതാ, ജൂഡ എഞ്ചിനീയേഴ്സും നല്ലതാ, പക്ഷെ അതിനപ്പുറത്ത് ഒരു സഭയുടെ മഹത്വം പ്രവചിക്കുന്ന കുഞ്ഞുങ്ങളാ. വാസക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. 1990-94 കാലം ഈ PMG സഭകളുടെ ഒരു വളർച്ചയുടെ കാലമായിരുന്നു. PMG സഭകൾ അന്ന് ഈ സ്വിമ്മിംഗ് പൂളിൽ 4-5 ഒന്നും ഒരു ഉദ്ദേശി പേടിച്ച് കയറി ചെല്ലത്തില്ല. ചെന്നാൽ 20 പിള്ളേരേലും പ്രവചിക്കുന്നത് അവിടെ ഇരിപ്പുണ്ട്. ഒരുത്തനങ്ങോട്ട് നൃത്തപ്പെടുത്താൻ വേറൊരുത്തൻ അവിടുന്ന് തുടങ്ങും. ഇങ്ങനെ വിവേചനമായിരുന്നു ആ സഭയുടെ വളർച്ചയുടെ കാലം. മറ്റൊന്നുമല്ല, നിങ്ങളുടെ സഭയ്ക്കും അറിയാം, പ്രവചിക്കുന്ന എണ്ണമറ്റ ആളുകൾ ഇതിനകത്ത് നിറഞ്ഞു നിന്ന ഒരു കാലം. ഇന്ന് അവരെല്ലാവരും ഓരോ രാജ്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാ, അല്ലേ? അങ്ങനാണെങ്കിൽ ഒരു ഉണർവിന്റെ ലക്ഷണമാണ് പ്രവചിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത്. ഈ കാലഘട്ടത്തെ ആരൊക്കെയോ പ്രവചന ശുശ്രൂഷയെ എന്തൊക്കെയോ പറഞ്ഞ് ഒതുക്കി വെക്കുമ്പോൾ പെന്തക്കോസ്തിന്റെ ശക്തി പ്രവചനാധികാരമാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവദാസന്മാർ, എത്ര ദൈവമക്കൾ. പ്രവചിക്കുന്ന ആസാഫ്. ഇനി അപ്പോൾ ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കാൻ തുനിഞ്ഞാൽ എത്ര മറയാൻ ശ്രമിച്ചാലും ദൈവം ഉപയോഗിക്കും. ഇനി ഇച്ചിരൂടെ മുന്നോട്ട് പോയേ, ഇവന്റെ കാലം കൊണ്ട് ഈ പ്രവചനമൊക്കെ തീർന്നോന്ന് നോക്കിക്കേ. വായിച്ചേ 2 ദിനവൃത്താന്തം 5:12 വായിച്ചേ. 2 ദിനവൃത്താന്തം 5:12 ആസാഫ്, ഹേമാൻ, യദൂദൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരവുമായി സംഗീതക്കാരായ ലേവ്യരെല്ലാവരും ചണവസ്ത്രം ധരിച്ചും കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ചുകൊണ്ട് യാഗപീഠത്തിന് കിഴക്ക് കാഹളം ഊതിക്കൊണ്ടിരുന്നു. 120 പുരോഹിതന്മാരുടെ കൂടെ നിന്നു. കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. കണ്ടോ, ഇപ്പം ഈ ബാറ്റൺ ആരിലേക്ക് ചെല്ലുക? കണക്റ്റഡ് ടു ദർ ചിൽഡ്രൻ, തലമുറയിലേക്ക് ചെല്ലുക. ഏറ്റവും മഹത്വം വെളിപ്പെടുന്നത് അപ്പനും മക്കളും കൂടെ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ്. ഞാനും എൻ്റെ അപ്പനും ഒരു സ്റ്റേജിൽ ഒന്നിച്ചു നിൽക്കുന്നവരാ. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഞാനും എൻ്റെ അപ്പനും എൻ്റെ കുഞ്ഞും കൂടെ ഒന്നിച്ചു നിന്നൊരു ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം. നിങ്ങളുടെ കാലം കൊണ്ട് ഇത് തീരത്തില്ല. ഈ ബാറ്റൺ തലമുറയിലേക്ക് കൈമാറും. 3ാം തലമുറക്കാരനെ ദൈവം ഉപയോഗിക്കും. ഈ 3ാം തലമുറക്കാരൂടെ നമ്മുടെ കൂടെ നിന്നാൽ ആലയത്തിൽ വെളിപ്പെടുന്ന മഹത്വം ഭയങ്കരമായിരിക്കും. പ്രത്യക്ഷത്തിൽ മഹത്വം മാനിഫെസ്റ്റ് ചെയ്യും. പ്രത്യക്ഷത്തിൽ ആളുകൾ കാണത്തക്ക നിലയിൽ തലമുറയുടെ മേൽ ദൈവിക അധികാരം പകരപ്പെടുന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രികാലം ദൈവത്തോട് പറ, അങ്ങനെ ഒരു കാലം. 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 അങ്ങനെ ഒരു കാലം.
പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ പറ്റിയില്ലെന്ന്. ഇനി 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 വേറൊരു തലം കൂടെ ഉണ്ട് ഇതിന്. അതും മനസ്സിലാക്കണം. തലമുറ ദൈവം ഉപയോഗിക്കുമ്പോൾ ഉള്ള വേറൊരു തലം കൂടെ മനസ്സിലാക്കണേ. 2 ദിനവൃത്താന്തം 20:14 സൂക്ഷിച്ചെന്ന് വായിച്ചേ. 20:14 2 ദിനവൃത്താന്തം 20:14. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മത്തന്യാവിന്റെ മകനായ യയേലിന്റെ മകനായ ബെനയാവിന്റെ മകനായ സെക്രിയാവിന്റെ മകൻ യഹസ്കിയേൽ എന്ന ലേവിന്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദർ ഒക്കെയും യെരുശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, എൻ്റെ കയ്യിലോട്ട് നോക്കിക്കേ. സഭാമധ്യ വെച്ച യഹോവയുടെ ആത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ മദന്യാവിൻ്റെ മകനായ യയ്യേലിൻ്റെ മകനായ ബെനയാവിൻ്റെ മകനായ സെക്രിയാവിൻ്റെ മകനായ യഹസ്യേൽ എന്ന ലേവ്യൻ്റെ മേൽ വന്നു. എത്രാം തലമുറ പറ? 6th ജനറേഷൻ, 6ാം തലമുറ. പെന്തക്കോസ്ത് 1ാം തലമുറയ്ക്ക് അനുഭവമായിരുന്നു. 2ാം തലമുറയിൽ പലർക്കും അനുകരണമായി. 3ാം തലമുറയിൽ ചിലർക്ക് അഭിനയമായി. 4ാം തലമുറയിൽ കുറച്ചു പേർക്ക് ആഘോഷമായി. 5ാം തലമുറയിൽ പലർക്കും അബദ്ധമായി. 6ാം തലമുറയിൽ ചിലർക്ക് അലർജിയായി. ഇങ്ങനെ ഒരു സൈഡ് അങ്ങോട്ട് പോകുമ്പം ഇവിടെ 6ാം തലമുറക്കാരൻ്റെ മേൽ അഭിഷേകം വരുന്നു. ആരോട് പ്രവചിക്കുന്നു? അതാ വിഷയം. വല്യപ്പൻ പണ്ട് പ്രവചിച്ചു. പായലിങ്ങനെ ചമ്പരപ്പൂട്ടിരുന്ന് തഴപ്പായലിരുന്ന 4 മലയാളിയോട്. പക്ഷെ വേണ്ടത് 6ാം തലമുറക്കാരൻ പ്രവചിക്കുന്നു. ആരോട്? രാജാവിനോട്. ഈ 12ാം ക്ലാസ് കഴിയുമ്പോഴത്തേന് ഈ പിള്ളേരെല്ലാം കൂടെ കാനഡയിലോട്ട് അങ്ങ് പോവാ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇതെല്ലാം കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ ഉള്ളത് ഇവിടെ ബാംഗ്ലൂരിൽ മാത്രമേ ഉള്ളൂ 4 പേരുള്ളത്. ബാക്കി അവിടെ ആരുമില്ല. 60 വയസ്സിന് 12 കഴിഞ്ഞാൽ അന്നേരം പോവാ. എന്നിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇതെല്ലാം കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇനി പോയി അവിടെ സഭ തുടങ്ങണോ? അന്നേരം കർത്താവിനോട് പറഞ്ഞു, പോകാൻ പ്രാർത്ഥിക്ക്, തടയണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിന്നെ മഹത്വം കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേണ്ടി ഓടനാവട്ടത്തുള്ള ഒരു പെങ്കൊച്ച് നടത്തുന്ന ഒരു സൂമിൽ ജർമ്മനിയിൽ യോഗത്തിന് കയറിയപ്പോൾ ജർമ്മൻ ഭാഷയിലാണ് നടക്കുന്നത്. അവിടെ ആ സൂമിനകത്ത് സായിപ്പന്മാരൊക്കെ ഇരിക്കുന്നിടത്ത് അവൾ ജർമ്മൻ ഭാഷയിൽ ദൂത് പറയുന്നു. ഭയങ്കര പ്രവാചകി സ്വോത്രം. അപ്പം എന്നോട് ദൈവം പറഞ്ഞു, മലയാളിയുടെ തലമുറയെ ജർമ്മൻ ഭാഷയിൽ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇത് ജർമ്മനി മാത്രമല്ല, ഇത് പോളണ്ടിൽ നടക്കും. ഇത് ലോക രാജ്യങ്ങളിലെല്ലാം നടക്കും. നിന്റെ തലമുറ അന്യഭാഷയിൽ, അന്യ രാജ്യക്കാരന്റെ ഭാഷയിൽ വലിയ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും കന്നഡയും കാലം കൊണ്ട് തീരത്തില്ല. ആഫ്രിക്കൻ ലാംഗ്വേജുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വശമാകുന്ന യൂറോപ്യൻ ഭാഷകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വശമാകുന്ന സ്പാനിഷ് ലാംഗ്വേജ് നമ്മുടെ തലമുറയുടെ കയ്യിൽ വശമാകുന്ന ഒരു പ്രത്യേക സമയത്തെ വിശ്വസിക്കുന്നവർ. ചിലരുടെ ഒരു ഇരിപ്പ് കണ്ടിട്ട് എനിക്കൊന്നും നിങ്ങൾക്ക് വേണ്ടാന്ന്. ഞാൻ ഏതായാലും പിള്ളേരെ വിടാം, എനിക്കുണ്ടല്ലോ 3 എണ്ണം. സ്വോത്രം പോട്ടങ്ങോട്ടല്ലേ സ്വോത്രം. 6ാം തലമുറക്കാരന് ഉപയോഗിക്കപ്പെടും. കർത്താവിന്റെ വരവിന് മുമ്പ് സഭ കാണാൻ പോകുന്നത് 6ാം തലമുറ ഉപയോഗിക്കപ്പെടുന്നതാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ പറയാൻ നിങ്ങളിൽ എത്ര പേര് തയ്യാറാ? ഉപയോഗിക്കപ്പെടും പാസ്റ്ററെ, ഉപയോഗിക്കപ്പെടും ആന്റി. നമ്മൾ ഉപയോഗിക്കപ്പെട്ടതിനേക്കാൾ ശ്രേഷ്ഠമായി നമ്മുടെ തലമുറ ഉപയോഗിക്കപ്പെടും. ദൈവ തലങ്ങളിൽ ചിലതിനെ കണക്ട് ചെയ്യുന്നു. ദൈവം ചിലതിനെ പൊക്കി നിർത്തുന്നു. ദൈവം ചിലതിനെ ഉപയോഗിക്കാൻ പോകുന്നു. മലങ്കരയുടെ അഗ്നിനാവ് എന്ന പേരിൽ അറിയപ്പെട്ട അനുഗ്രഹിതനായ ഒരു കർത്തദാസൻ പാസ്റ്റർ കെ.സി. ജോൺ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ഒരു ദർശനത്തിന്, ഒരു ചാനലിന് മലയാളിയെ സ്വാധീനിക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനാണെങ്കിൽ ശരിക്കും ഹിന്ദിയിൽ അങ്ങനൊരു ചാനൽ,
സ്തോത്രം. ഇതര ഭാഷകളിൽ അങ്ങനൊരു ചാനൽ വേണ്ട. അടുത്ത OTP പ്ലാറ്റ്ഫോമുകൾ, ദൈവം ഉപയോഗിക്കുന്ന ആത്മതലങ്ങൾ, ഈ ടെക്നോളജി നമ്മുടെ തലമുറയുടെ കയ്യിലെത്തുന്ന സമയങ്ങൾ പ്രാർത്ഥിക്കാം. 6ാം തലമുറ ഉപയോഗിക്കപ്പെടും. ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. കഞ്ചാവും കള്ളുവൊന്നും ഒതുക്കുന്ന തലമുറയെക്കുറിച്ച് പേടിക്കണ്ട. എൻ്റെ തലമുറയെ ദൈവം ഉപയോഗിക്കുന്ന ഒരു കാലം വരും. ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞതുപോലെ ഭാഷ മാറ്റാൻ സാത്താനെ അനുവദിക്കരുത്. ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ പറയണം, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞ അന്യഭാഷ എൻ്റെ കർത്താവിനോട് സംസാരിക്കുന്നതാ എനിക്ക് ഏറ്റവും വലുത്. എത്ര കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി കൊതിക്കുന്നുണ്ട്. ശബരാരകൽക്കടക, നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു നിറവിനെ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ച് പരിശുദ്ധാത്മാവിൽ പറയുകയോ. ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 2 ദിനവൃത്താന്തം 29:13 ആലയത്തിന്റെ ശുദ്ധീകരണം. ആലയത്തിന്റെ വിശുദ്ധീകരണത്തിന് ആസാഫിന്റെ വീട്ടിൽ നിന്ന് 2 പേരുണ്ട്, സക്രിയാവും മഥന്യാവും. അപ്പോൾ ഉപദേശ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ ആസാഫിന്റെ കുടുംബത്തിൽ നിന്ന് ആള്. വെറും ബഹളവും ചാട്ടവും മാത്രമല്ല, വചനത്തിന്റെ ഉപദേശത്തിന് വേണ്ടി വില കൊടുക്കാൻ ആസാഫിന്റെ കുടുംബത്തിലെ ആള്. എല്ലാം പോട്ട്. എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഒരു കാര്യം 35:15 വായിച്ചേ. 2 ദിനവൃത്താന്തം 35:15. ആസാഫീരായ സംഗീതക്കാർ ദാവീദിന്റെയും ആസാഫിന്റെയും ഹേമാന്റെയും രാജാവിന്റെയും ദർശകനായ യദൂദിന്റെയും കൽപ്പന പ്രകാരം തങ്ങളുടെ സ്ഥാനത്ത് വാതിൽ കാവൽക്കാർ അതത് വാതിൽക്കലിൽ നിന്നു തങ്ങളുടെ സ്ഥാനത്ത്. ഞാനൊരു ദൂത് പറയട്ടെ, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. പുസ്തകത്തിൽ നിന്ന് മുഖത്തോട്ട് നോക്കിക്കേ. ഈ ക്യാരംസ് ബോർഡില്ലേ, ക്യാരംസ് ബോർഡ് അറിയാമല്ലോ. അവത്തേലെ കട്ടയില്ല, വലിയ കട്ടയിട്ട് ചെറിയ കട്ട തട്ടിത്തെറിപ്പിച്ച് ഒരു കുഴിക്കകത്തുകൊണ്ട് ഒതുക്കി വെക്കത്തില്ലേ, ഇതുപോലെ ചിലതിനെ കൊണ്ട് എവിടൊക്കെയോ കുരുക്കിയിടാൻ സാത്താന് ശ്രമിക്കുമ്പോൾ ഈ വാസപ്രാർത്ഥന ചിലതിനെ സ്ഥാനത്ത് കൈപിടിച്ച് നിർത്തുന്നു. തട്ടിത്തെറിപ്പിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ചുടാരക വിശ്വസിക്കുന്ന അച്ചായ ഈ രാത്രി ആമേൻ പറ. വിശ്വസിക്കുന്ന അമ്മാമ ഈ രാത്രി ദൈവത്തെ സ്തുതിക്ക്. ജനിച്ച കാലം മുതൽ അതിന്റെ ഭാവിയായിട്ട് പന്തുരുട്ടുന്നത് പോലെ ഉരുട്ടുന്ന അധികാരത്തെ നോക്കിക്കൊണ്ട് പറ, എന്റെ തലമുറയെ തട്ടിത്തെറിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഉറപ്പിക്കും, ഉറപ്പിക്കും, ഉറപ്പിക്കും. ദൈവം കൊണ്ട് ഉറപ്പിക്കും, സ്ഥാനത്ത് നിർത്തും. വലിച്ചെടുത്തെറിയാൻ ദുഷ്ടശക്തി പരിശ്രമിക്കുമ്പോ ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ഉറക്കെ പറ. ദൂരഭാരകാന്തനാദരാദര തലേ കൈവച്ച് പറയേണ്ട ദൂത ഞാൻ ഇന്ന് രാത്രി ചിലരോട് പറയുന്നത്, ആ പ്രേമ കുരുക്കിനകത്ത്, ആ ലഹരിയുടെ കുരുക്കിനകത്ത്, ആ ഇമോറൽ ട്രാഫിക്കിനകത്ത് നിന്റെ തലമുറ ഒതുങ്ങത്തില്ല. ഈ രാത്രി അത് തീക്കകത്തു നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളുക. ദൈവം ചിലതിനെ തീക്കകത്തു നിന്ന് വലിച്ചെടുക്കുക. വിശ്വസിക്കുന്ന സഭ ആമേൻ പറഞ്ഞു പ്രതികരിക്കുക. ആമേൻ പറഞ്ഞു പ്രതികരിക്കുക. ഒരു തീ കോരിയിടാൻ ഇന്ത്യയിൽ അഭിഷേകത്തിന്റെ തീ കോരിയിടാൻ ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഉണർവിനെ കൊതിക്കുന്ന, ഉണർവിന്റെ പൾസറിയുന്ന ഒരു സഭയിൽ നിന്നുകൊണ്ട് ഞാൻ ഇത്രയ്ക്ക് ശക്തമായി ഇത് പറയുന്നതിന്റെ കാരണം, ഇവിടെ ഇരിക്കുന്നത് കരിക്കട്ടകളല്ല, ഇവിടെ ഇരിക്കുന്നതല്ല തീക്കൊള്ളികളാ.
ആഹാബുമാര് വിറയ്ക്കട്ടെ, ഇശ്ശബേലി അധികാരങ്ങൾ തകരട്ടെ. ഇപ്പൊ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ എന്നോട് ശക്തമായി ദൈവാത്മാവ് പറയുന്നു, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ച് ഏലിയാവിനെ കൊണ്ട് പലതും ചെയ്യിക്കാതെ, ഏലീശയെ കൊണ്ട് പലതും ചെയ്യിക്കാതെ, ദേശത്ത് തലചീകി മിനുക്കി കെട്ടി ഇങ്ങനെ ഉത്സവമാടുന്ന ഇശ്ശബേലി അധികാരത്തെ തകർക്കാൻ ഒരേഹുവിനെ അഭിഷേകം ചെയ്തതുപോലെ ദൈവം ചിലതിനെ അഭിഷേകം ചെയ്യാൻ പോകുകയാം. പ്രാപിച്ചേ ദൈവകൃപ പ്രാപിച്ചേ. ആവിയാരത്തിനെതിരെ, അന്ധകാരത്തിനെതിരെ, ദുർബന്ധനവാദത്തിനെതിരെ, അന്യാരാധനക്കെതിരെ, പൈശാചിക ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ദൈവകൃപ ചലിക്കട്ടെ, അധികാരം ചലിക്കട്ടെ. ആകാവ് വിറയ്ക്കട്ടെ, ആകാവ് വിറയ്ക്കട്ടെ, ആകാവ് വിറയ്ക്കട്ടെ. അന്യഭാഷകളിൽ സംസാരിക്കുക, അന്യഭാഷകളിൽ സംസാരിക്കുക. ദൈവമക്കൾ അന്യഭാഷകളിൽ സംസാരിക്കുക. ദിക്കുകളുടെ നേരെ കൈ ചൂണ്ടി പിടിച്ച് ആത്മാവിന്റെ നിയോഗത്തോടെ കൽപ്പീര ശക്തമായ ദൈവപ്രവൃത്തി ഈ രണ്ടാം രാത്രി നിങ്ങളുടെ മേൽ നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുക. യെസ്, ആത്മാവ് നിങ്ങളെ തൊടുന്നത്. യെസ് സിസ്റ്റർ, ദൈവത്തിന്റെ മേൽ പകരുന്ന അഭിഷേകം പ്രാപിച്ചേ, പ്രാപിക്കാം, പ്രാപിക്കാം. ആരാ പറഞ്ഞത് കാലം കഴിഞ്ഞെന്ന്? ആരാ പറഞ്ഞത് ഇനി ഉപയോഗിക്കപ്പെടത്തില്ലെന്ന്? ശക്തമേറിയ ഒരു നിയോഗത്തിന്റെ കാലം. ഇതൊരു സീസൺ ജനറേഷനാ. ആദ്യം പറഞ്ഞത് ഇതൊരു സീസൺ ഫാസ്റ്റിംഗ്, ഇതൊരു ഹാർവസ്റ്റിന്റെ സീസണ്. അർദ്ധരാത്രികളെ വേർതിരിച്ചിരുന്ന് കൊതിയോടെ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരെ, അഭിഷക്തന്മാരെ, ചുടാരകടക് പെന്തക്കോസ്ത് ചരിത്രത്തിൽ ഒതുങ്ങേണ്ട നല്ലുണർവ്. ഒരു ബുക്കിനകത്ത് തീരേണ്ടതല്ലിത. ഒരു ബുക്ക് പ്രകാശനം ചെയ്ത് അവസാനിപ്പിക്കേണ്ടതല്ല ഉണർവ്. അത് വെളിപ്പെടുത്തേണ്ടതാ, അത് വെളിപ്പെടുത്തേണ്ടതാ. യെസ്, ശബാരാധ. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. ദൈവം ചിലതിനെ നിയോഗിക്കുന്നു, 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 നിയോഗിക്കുന്നു. ശക്തമേറൊരു നിയോഗത്തെ ഇന്ന് രാത്രി നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പകരുന്നത് ഞാൻ ആത്മാവിൽ കാണുക. തലമുറകളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ, തലമുറകളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ, തലമുറകളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളിൽ എത്ര പേര് തയ്യാറാ? നിങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങളിൽ എത്ര പേര് തയ്യാറാ? അവൻ നിൽക്കുന്ന സ്ഥലത്തേക്ക്, അവൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൈ നീട്ടി പിടിച്ച് ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളിൽ എത്ര പേര് തയ്യാറാ? യെസ്, നിന്റെ തലമുറ നിൽക്കുന്ന ഇടത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. അവൻ ഒതുങ്ങപ്പെടത്തില്ല. അവനെ ഒതുക്കാൻ വിരിച്ച ചില വല ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സഭ ആരാധിക്കുന്ന സമയത്ത് പൊട്ടി മാറിക്കൊണ്ടിരിക്കുക. ദൈവജനം ദൈവാത്മാവിൽ പ്രതികരിച്ചു, ആത്മനിയോഗത്തോട് പ്രതികരിച്ചു. എനിക്കിന്ന് രാത്രി ശക്തമായി മനസ്സിലാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കര ഉയർത്തിക്കൊണ്ട് പറ, അധികാരമുള്ള, അധികാരമുള്ള ആറാം തലമുറ. ഇത് സിക്സ്ത് ജനറേഷൻ വിത്ത് പവർ. അധികാരമുള്ള ആറാം തലമുറ. യെസ്,
യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുക. ഇത്രയൊക്കെ മതിയോ? പോരെ 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 പോരെ. ആസാഫ് പറയാ, 6ാം തലമുറ മാത്രമല്ല, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. 80, 85, 90 പ്രായം നിങ്ങൾ നിശ്ചയിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പോകുന്നിടം വരെ കേൾക്കും, ആലോചന കേൾക്കും, കാണും, വെളിപ്പാട് കാണും, പറയും, വചനം പറയും. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നു? പ്രായം എന്നെ തടയത്തില്ല, രോഗം എന്നെ തടയത്തില്ല. ദർശനത്തെ പ്രാപിക്കുന്നതിന്, അതിനെ കൈമാറുന്നതിന് പ്രായം എന്നെ തടയത്തില്ല. യഹൂദ സംസ്കാരവുമായിട്ട് ഇത്രയും ബന്ധമുള്ള ഒരു വാക്യം വേറെ ഇല്ല. ഏത് വാക്യം എന്നറിയോ? നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്നുള്ള വാക്യമില്ലേ? ഈ കൾച്ചറുമായിട്ട് അതുപോലെ ബന്ധപ്പെട്ടൊരു വാക്യ. യഹൂദന്റെ വീട്ടിൽ വിവാഹം 2 ഘട്ട. ഒന്നാമത്തെ ഘട്ടത്തിന്റെ പേര് റുസിൻ എന്ന റുസിൻ, രണ്ടാമത്തതിന്റെ പേര് നിസ്യൂൻ എന്ന. യെറൂസലേമിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഈ പുരുഷൻ വന്ന് ഈ പെണ്ണിനെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ ഡിക്ലെയർ ചെയ്യും മണവാട്ടിയായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ അവൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം, അവൻ അധ്വാനിച്ചതിന്റെ ഒരു വിഹിതം എടുത്ത് ഇവിടെ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് ഇവിടെ മുഖത്തേക്ക് ഒരു മൂടുപടം ഇടും. എന്നിട്ട് അവളോട് പറയും, നമുക്ക് പാർക്കാൻ ഞാൻ വീടൊരുക്കാൻ പോവാ, എന്ന് പണി തീരുവോ അന്ന് നിന്നെ ചേർക്കാൻ ഞാൻ വരും. ഇവളി രമ്യമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക, മണവാളന്റെ ആർപ്പുവിളിയുടെ സ്വരം കേൾക്കാൻ. ശ്രദ്ധിച്ചോണേ, നിസ്യൂൻ നടക്കുന്ന ദിവസം മണവാളം വരുന്ന ദിവസമാണ്. വീട് പണി തീർന്നാലേ നിസ്യൂൻ നടക്കത്തുള്ളൂ. വീട് പണി തീരുന്ന ദിവസം നിസ്യൂവിന് വേണ്ടി മണവാളം വരും. പറ, വീട് പണി തീരും, മണവാളം വരുമെന്ന് പറ. ധൈര്യം ഉണ്ടോ പറയാൻ? വീട് പണി തീരുക, മണവാളം വരും. അന്നേരം എന്നെ എടുക്കുമെന്നറിയോ? മൂടുപട ഉയരും. ഈ ശവോടൊക്കെ അടുത്ത് നിന്ന് നടത്തുമ്പോൾ ഞങ്ങൾ കേരളത്തിലെ കൾച്ചറിൽ അവസാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് മുഖം മൂടാൻ പറയും. അപ്പൊ പ്രിയപ്പെട്ടവർ വന്ന് മുഖം മൂടും. രക്ഷിക്കപ്പെട്ട അച്ചാന്റെ, സ്നാനപ്പെട്ട അച്ചാന്റെ, അഭിഷേകം പ്രാപിച്ച അച്ചാന്റെ, ദശാംശം കൊടുത്ത അച്ചാന്റെ മുഖം മക്കൾ മൂടും. അർത്ഥം എന്താണെന്നറിയോ? എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചു വീട് പണി കാത്ത് മണവാളന് വേണ്ടി ഇരിക്കുക. പക്ഷെ നിസ്യൂൻ നടക്കുന്ന ദിവസം കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. അന്നേരം ഈ മൂടുപട ഉയരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദിവസം, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം മൂടുപട ഉയരും, നിസ്യൂൻ നടക്കും, മുഖാമുഖം നമ്മുടെ കർത്താവിനെ കാണും. ഹല്ലേലൂയ. രണ്ട് കര ഉയർത്തി പഠിക്കാട്ടോ. യെസ്, നിസ്യൂനി പാടുന്ന പാട്ടിതാ. ശ്രദ്ധിക്കണേ, 1 മിനിറ്റ് ശ്രദ്ധിക്കണേ. ലോകത്തിൽ 6000 ഭാഷക്കാർ എല്ലാരും കൂടെ മധ്യാകാശത്തിൽ ചെല്ലുമ്പോ ഏത് പാട്ടാ, ഏത് ഭാഷയില? ഇംഗ്ലീഷിൽ പാടിയ മലയാളത്തിൽ മനസ്സിലാകത്തില്ല, മലയാളത്തിൽ പാടിയ ആഫ്രിക്ക മനസ്സിലാകത്തില്ല. ഞാനിതോർത്ത് ഭയങ്കരമായിട്ട് ടെൻഷനായി. കർത്താവിനോട് പറഞ്ഞു, നീ ഒട്ടും ടെൻഷൻ ആകണ്ട, ഞാനൊരു പാട്ട് അവിടെ നിന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതാ? ഞാനിപ്പോൾ ആഫ്രിക്കയിൽ അത് പാടാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് നോക്കിക്കോണേ. ഒരു കാര്യം ഓർത്തോണം, ഇപ്പം നീ ഇത് പാടുന്നത് താഴ്ചയുള്ള ശരീരത്തിലാ. ഇപ്പം നീ ഇത് പാടുന്നത് ദ്രവത്വമുള്ള ശരീരത്തിലാ. ദ്രവത്വമദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയെയും ധരിക്കുന്ന ദിവസത്തിൽ, മരണം നീങ്ങി ജയം വരുന്ന ദിവസത്തിൽ, തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ അനുരൂപപ്പെട്ട് മുഖാമുഖം കണ്ട് നമ്മൾ പാടേണ്ടവരോ അപ്രത്യാശയുള്ളവർ 2 കര ഉയർത്തിപ്പിടിച്ച് പാട്. സഭയുടെ സ്വരം ഉയരട്ടെ. പ്രായവ്യത്യാസമന്യേ ശബ്ദം ഉയർത്തിക്കൊണ്ട്
ചർച്ച് പഠിക്കേ. ആവർത്തിച്ച് കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ, ലീഡേഴ്സ്, എൽഡേഴ്സ് പഠിക്കേ. കരങ്ങൾ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞാലും താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. Let's go back to our seats. കഴിഞ്ഞില്ല, it's not over. Hallelujah. Praise the Lord. പകർച്ചയുടെ അടുത്ത ഘട്ടം വരുന്നതേ ഉള്ളൂ. Amen. ചില വാതിലുകൾ തുറന്നു വരുവാൻ ഇന്ന് രാത്രിയിൽ ഒരു സമയം കൂടെ ഉണ്ട്. So by the time we take our places, ഓൺലൈനിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുടെ ഇടയിൽ entrepreneurs, ബിസിനസ്സുകാര്, പ്രൊഫഷണൽസ്, we're going to pray for you first. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുള്ള ബിസിനസ്സുകാർ, ഇന്ന് രാവിലെ കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞതിനെ ഇവിടെ ആവർത്തിച്ചു. സഭയ്ക്കകത്തുള്ള ബിസിനസ്സുകാർ, പ്രൊഫഷണൽസ്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു നിയോഗമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരെ വിളിക്കുവാനിടയായി തീർന്നു. സോ ഇതിൻ്റെ അകത്തുള്ളവർ, അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് നിൽക്കണം. പ്രൊഫഷണൽസ് ആൻഡ് ബിസിനസ് പേഴ്സൺസ്, ദയവായിട്ട് ടേക്ക് യുവർ പ്ലേസ്, ദയവായി സ്റ്റാൻഡ് അപ്പ്. അതേസമയം ഓൺലൈനിലുള്ളവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവിൻ്റെ ദാസിനുള്ള നിയോഗം പോലെ, ഇഫ് യു തിങ്ക് ദേ ഷുഡ് സ്റ്റാൻഡ് ദർ, അവരെ നിൽക്കുമ്പോൾ ജസ്റ്റ് പ്രേ ഫോർ ദം. അതല്ല, ഇഫ് യു തിങ്ക് ദേ മസ്റ്റ് കം അപ്പ് ടു ദ ഫ്രണ്ട്, അവർ മുൻപിൽ വരണമെങ്കിൽ ടോട്ടൽ ഫ്രീഡം ലെഫ്റ്റ് ടു യു. ആദ്യമേ ഓൺലൈനിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു 16 അധ്യായം തുറക്കുന്നെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട്, ഇന്ത്യക്ക് വെളിയിൽ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ബദൽ ചർച്ചിൻ്റെ ആരാധനയിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ഓൺലൈനിൽ ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷകളുടെ പങ്കുകാരാകുന്ന ഞങ്ങളുടെ മുഴുവൻ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന അധികാരത്തിൽ ഞങ്ങൾ ഒന്നിച്ച് മനസ്സ് തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അബ്രഹാം കുഴിച്ചതും ഫെലിസ്ത്യർ മൂടിക്കളഞ്ഞതുമായ ചില കിണറുകളെ ഇസഹാക്ക് വീണ്ടും കുടിച്ചതുപോലെ ഈ നിമിഷം വരെ മൂടിപ്പോയ ചില കിണറുകൾ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കുഴിക്കുവാനുള്ള ഒരു അധികാരത്തെ ഞങ്ങൾ ഈ രാത്രികാലം ഇവരുടെ മേൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കിണറുകൾ പൊങ്ങി വരട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇവിടെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവദാസന്മാരായ ഞങ്ങൾ ഒന്നിച്ച് ഇവർക്ക് വേണ്ടി പറയുന്നു, കിണറേ പൊങ്ങി വാ. സഭ ഒരുമിച്ച് ആമേൻ പറഞ്ഞാട്ട്, കിണറേ പൊങ്ങി വാ, കിണറേ പൊങ്ങി വാ. ചിലത് പൊങ്ങി വരട്ടെ, ഞങ്ങൾ അതിൽ നിന്ന് ധാരാളമായി കുടിക്കട്ടെ. സഭയുടെ വർധനവിന്റെ കാലം, സഭയുടെ ദാഹം തീരുന്ന കാലം ഇവരിലൂടെ സംഭവിക്കട്ടെ. മനസ്സു തുറന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.